ഇത് 20 ലക്ഷം രൂപയുടെ ഷൂവ്. ആ വന്നൊക്കെ വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും റോട്ടേഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ റോട്ടേഴ്സിന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ദുബായിലെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ആണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് JBR ആണ്, ജുമേറ ബീച്ച് റെസിഡൻസ്. അതിനായി നമ്മൾ വന്നേക്കുന്നത് DMCC ആണ്. DMCCന്ന് നമുക്ക് ട്രാം എടുത്ത് വേണം കേട്ടോ പോവാനായിട്ട്. അപ്പൊ എല്ലാവർക്കും റോട്ടേഴ്സിലേക്ക് വൺസ് അഗൈൻ വെൽക്കം. അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോവാട്ടോ. ഓക്കെ, നമ്മൾ ഈ ട്രാമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ടാപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ടാപ്പ് ചെയ്യണം. പിന്നെ ഇവിടെ വേണ്ട മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട്, എവിടേക്ക് പോകണം എന്നുള്ളത് അതിൻ്റെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പോകാൻ പോകുന്നത് എവിടെയാണ് കേട്ടോ, ജുമേറ ബീച്ച് റെസിഡൻസ്. ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. മെട്രോ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്, ബട്ട് ട്രാമിന് നമുക്ക് ഡ്രൈവറിനെ കാണാൻ പറ്റും. ഇതൊരു ലേഡിയാണ് കേട്ടോ ഓടിക്കണത്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാം വന്നിട്ടുണ്ട്. ട്രാമിലും ഇതുപോലെ തന്നെ ഓരോ ക്ലാസ് ഉണ്ട്. ഗോൾഡ് ക്ലാസ് ഉണ്ട്, പിന്നെ ലേഡീസിന് വേറെ സെക്ഷൻ ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ക്ലാസ് ഡിഫറൻസ് ആയിട്ട് കയറിയില്ലെങ്കിൽ ഫൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയറുന്നത് നോർമൽ ആയിട്ടുള്ള സീറ്റാണ്. അയ്യോ തെറ്റിപ്പോയി, നമ്മൾ കയറുന്നത് ഗോൾഡ് ക്ലാസ്സിലാണ്. നമുക്ക് അപ്പുറത്തേക്ക് പോകണം. ഇത് ശരിക്കും മെട്രോ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലിങ്സ് തന്നെ. പിന്നെ മെട്രോയുടെ അത്ര സ്പീഡില്ല, നോർമലായിട്ടാണ് പോകുന്നത്. പിന്നെ ലിമിറ്റഡ് സീറ്റാണ് ഉള്ളത്. കുറേ ആൾക്കാർ ഉണ്ടാവില്ലല്ലോ, ലിമിറ്റഡ് സീറ്റാണുള്ളത്. സീറ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, സെയിം മെട്രോ പോലെ തന്നെ. അല്ല, മെട്രോൻ്റെ കൈ കുഞ്ഞ് സീറ്റ്. അടുത്തതാണ് നമ്മുടെ സ്റ്റോപ്പ്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് വേറൊരു ട്രാം കയറണം. ഇതിന്റെ സെയിം പോലെ തന്നെ അപ്പുറത്തെ പോർഷനിലുള്ള അപ്പുറത്തെ ലൈനിൽ ട്രാം കയറണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പൊ പെട്ടെന്ന് വയ്യാണ്ട് അവര് എന്തിനുള്ളത് അവരൊരു എമർജൻസി കോൾ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. കണ്ടോ, എമർജൻസി കോൾ എന്ന് പറഞ്ഞിട്ട് എമർജൻസി ലിവർ. ഇതിന് പ്രസ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്നിട്ട് നമുക്കിപ്പോൾ വല്ല അസുഖമാണെങ്കിലോ അതിനുള്ള ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യൂട്ടോ. പിന്നെ എനിക്ക് ഈ ട്രാം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഒരു ഫ്രണ്ട് സഫ്രിൻ. പുള്ളിക്കാരത്തി ട്രാമിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അവളെ എന്താ പറയുക ഭയങ്കര പ്രൗഡോട് കൂടി നമ്മൾ ഇറങ്ങി നമുക്കിത് ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യണം. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ട് കേട്ടോ. അടുത്ത് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാലും ചെറിയൊരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നോക്കിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നോക്ക്, അടിപൊളിയല്ലേ. നമുക്ക് നോർമലി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ സ്ഥലം ഇങ്ങനെ ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്താലാണ് എനിക്ക് അവരുടെ ടോപ്പൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ, ജുമേറ ബീച്ചിലേക്ക് പോവാണ്. ഇവിടെ എന്ന് പറയാനായിട്ടുണ്ടല്ലോ ഭയങ്കര ഫുൾ ലക്ഷറി കാർസും ലക്ഷറി ബിൽഡിങ്സും ഹോട്ടലും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ നോക്കിക്കേ, ഒരു വണ്ടി കണ്ടോ. അതുപോലെ ഇങ്ങനെ നമുക്ക് പോകെ ഇഷ്ടം പോലെ ഫുൾ വണ്ടികൾ കാണാൻ പറ്റേ. അപ്പൊ നമ്മളൊക്കെ അവിടേക്ക് നമ്മൾ നടന്നു പോവാണ്.
നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ ഉണ്ടല്ലോ തിരക്കാണേലും എന്താ പറയാ ഭയങ്കര നീറ്റായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ റോഡാണെങ്കിൽ നോക്കിയിട്ട് എല്ലാ കാര്യവും നല്ല നീറ്റായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നിങ്ങൾ ഈ ബിൽഡിംഗ് നോക്കിയേ, ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് അതിന്റെ ഫ്രണ്ട് ഭാഗം. നല്ല രസമല്ലേ കാണാനായിട്ട്? ആ സ്റ്റെപ്സും അതിന്റെ ആ എന്താ പറയാ ആ കളറും. പിന്നെ ഇവിടെ ഒരു പെയിന്റിങ് നോക്കിയേ, എന്ത് രസാല്ലേ? അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ യൂറോപ്യൻസ് ആണ് കേട്ടോ നിൽക്കുന്നത്. പുറമേ ഉള്ള എന്താ പറയാ യൂറോപ്യൻസ്, ആഫ്രിക്കൻസ്, നല്ല ഹൈ ലെവൽ ടീംസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അതുണ്ടല്ലോ അങ്ങോട്ട് നോക്കിയേ നമ്മുടെ ദുബായ് കാണാം കേട്ടോ. അത് ശരിക്കും ബീച്ചിന്റെ അടുത്താണ്. നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. ഫുൾ ചെറിയ കഫറ്റീരിയാസും റെസ്റ്റോറൻറ്റ്സ് ആണ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താ കിടക്കുന്നത്? ഇത് ബെന്റ്ലി. എന്താ അടുത്ത വണ്ടി, അതിന്റെ മുന്നില് ലാംബോർഗിനി. അങ്ങനെ ഇവിടെ ഫുള്ള് ലക്ഷറി വണ്ടികളായിരിക്കും. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇവിടെ എന്താ പറയാ റെന്റിന് വണ്ടി കിട്ടുകയും ചെയ്യും കേട്ടോ. അതുപോലത്തെ ലക്ഷറി കാർസ് നമുക്ക് ഇവിടെ റെന്റിന് എടുക്കാൻ പറ്റും. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് ചെറിയ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നല്ല ട്രാഫിക്കും. ഇവിടെ ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് ഫുൾ സെക്യൂരിറ്റീസും പിന്നെ പെട്രോളിങ്ങിന് പോലീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ബീച്ചിലേക്ക് പോവാൻ കേട്ടോ. അവര് ഫ്രണ്ടിൽ തന്നെ ഇതുപോലൊരു ബീച്ചിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങാറായത്. അപ്പൊ അവര് നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസിന്റെ ടൈമിലുണ്ടല്ലോ ഇവിടെ കാണാൻ അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും കേട്ടോ. ക്രിസ്മസിന്റെ ടൈമിലും കൂടി നമുക്ക് ഇവിടെ ഒന്ന് വരണം ഗൈസ്. മൾട്ടി ക്യുസൈൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ അതായത് ഡിഫറെന്റ് ടൈപ്പ് വെറൈറ്റീസ്, അതായത് എല്ലാ കൺട്രീസിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ദുബായിൽ വരുന്ന ആൾക്കാര് മറക്കാതെ, അതായത് എന്താ പറയാ ഈ ഒരു പ്ലേസ് അവരെ അവോയ്ഡ് ചെയ്യാറേ ഇല്ല. വേറെ എവിടെയും പോയില്ലെങ്കിലും ഈ പ്ലേസ് ദുബായ് എന്ന് പറയുന്ന JBR ദുബായ് മോള്, ആ പ്ലേസ് മസ്റ്റായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഈ കോഫി ഷോപ്പ് നോക്കിയേ, അടിപൊളിയായിട്ടില്ല, വെറൈറ്റി ആയിട്ടില്ലേ. അതിൻ്റെ ഉള്ളിൽ കാറാണ് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. കാറിന്റെ ആ ഒരു സംഭവം അവരൊരു സൈഡ് മാറ്റിയിട്ട് അവിടെ കോഫിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ ചെയ്തേക്കാണ്. അത് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ ആണ്. ഒരു ബ്ലാക്കിഷ് ആണ് മൊത്തം, നല്ലൊരു സ്റ്റൈല്. ഇവിടെ ചെറിയൊരു ക്രിസ്മസിന്റെ എന്റർടൈൻമെന്റ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷേ നോക്കിക്കേ, ഹൗ ടു ഗെറ്റ് എ ഫ്രീ ഫോട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് ആൻഡ് ബിവറേജസിൽ 100 dirhams സ്പെൻഡ് ചെയ്തതിന്റെ റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടുന്ന് ഫോട്ടോസും അവരുടെ ഓരോ ഇവന്റ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്കറ്റിംഗ് സ്കീം അല്ലേ? ഇവിടെ ഏതെങ്കിലും ഫുഡ് ആൻഡ് ബിവറേജസിൽ സ്പെൻഡ് ചെയ്ത ആ റെസിപ്റ്റ് കാണിക്കുക, ഇവിടുന്ന് ഫ്രീ ആയിട്ട് എടുക്കുക. പിള്ളേർക്ക് വേണ്ടിയാണ് അത് മെയിനായിട്ട്. പിന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു വൈബ് സംഭവം ഉണ്ട്. നോക്കി ഒരു വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ കളിയൊക്കെ വരുമ്പോഴാണേലും എല്ലാം ഇവിടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഇവിടെ മറ്റേ വേൾഡ് കപ്പിന്റെ സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊരു ഫുട്ബോൾ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ബീച്ചിന്റെ അവിടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ ഒരു ലോൺ പോലെ പ്ലേസ് ഉണ്ട് കേട്ടോ. ലോൺ ചെറിയൊരു പ്ലേസ്, ലോൺ പോലെ. ഇപ്പൊ നമ്മൾ അവിടെ ഒത്തിരി പേര് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോ തന്നെ അതിന്റെ ഫ്രണ്ടിൽ കുറെ സൺബാത്തിനുള്ള കാര്യങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇതിലായിരുന്നു. നല്ല തിരക്കാണ് കേട്ടോ. നോക്കിയേ, എല്ലാരും വീക്കെൻഡ് എൻജോയിങ് ആണ് കേട്ടോ. നോക്കിയാൽ നമ്മുടെ ബീച്ചിന്റെ കുറച്ച് ഭാഗത്തൊക്കെ എല്ലാവരും ഇങ്ങനെ സൺബാത്തും പിന്നെ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ ഇഷ്ടം പോലെ യാച്ചസ് നമുക്ക് കാണാൻ പറ്റും. യാച്ചസ്, ബോട്ട്, പിന്നെ ജെറ്റ് സ്കൈ, വാട്ടർ ബൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റേ. നമുക്കിവിടെ കുറെ പ്രൈവറ്റ് യാച്ചസ്, ബോട്ട്, വാട്ടർ ബൈക്ക്, ജെറ്റ് സ്കൈ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റേ. അപ്പൊ ഇതിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് വേണം. നമ്മൾ വന്ന വഴിക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൽ കയറാനായിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു വാട്ടർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്കത് എത്രയും ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാൻ പറ്റും. മറ്റേ ഫ്ലൈ ബോർഡ്, അതുപോലെ തന്നെ അതാ ജെറ്റ് ബോട്ട്, പാരാഗ്ലൈഡിങ്, സർഫിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇതുണ്ട്. കയാക്കിങ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഇത്ര ടൈമിങ് ഇത്ര രൂപയാന്നുള്ളത് അവർ കൊടുത്തേക്കണേ. അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി പേര് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ യാച്ചസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ സൺബാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നോക്കിയേ, നമ്മളിവിടെ ഇങ്ങനെ ഇന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു QR കോഡ് സ്കാനിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിന്റെ, ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിന്റെ മെനു കിട്ടും. അപ്പൊ അതിന് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ സാധനങ്ങൾ നമുക്ക് ഇവിടെ എത്തിച്ച് കിട്ടും കേട്ടോ. ഓ, ആ വാട്ടർ ബൈക്ക് പോണോക്ക് എന്ത് സ്പീഡാ, അടിപൊളി. അതാ അടുത്തത്. ഇവിടെ വരുമ്പോ തന്നെ വീക്കെൻഡ് വേറെ ഒരു വൈബിങ് തന്നെയാണല്ലേ. അതാണ് കേട്ടോ എയിം ദുബായ്. ഈ എയിം ദുബായ് ഉണ്ടല്ലോ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഒബ്സർവേഷൻ വീലാണ്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ ആണ് കേട്ടോ കിട്ടണത്. അപ്പൊ ഇവിടെ ഈ ദുബായിൽ തന്നെ ലോകത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ റിവർലാൻഡിൽ പോയപ്പോൾ അവിടുത്തെ ഗിന്നസ് റെക്കോർഡ് വേൾഡ്സ് ലാർജസ്റ്റ് ഒരു ക്യാമൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ഒബ്സർവേഷൻ വീലുകളാണ് കേട്ടോ. ഇത് ഇവിടെ വേറൊരു ടൈപ്പ് ഇതിനൊരു ബെഡ് പോലെ സാധനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് എന്താ പറയാ, ഇങ്ങനെ നമ്മുടെ പായലൊക്കെ അല്ല, ബാമ്പൂവിന്റെ ചെയർസ് ഒക്കെ ഉണ്ടാവില്ല, അതേപോലത്തെ സാധനം വെച്ചിട്ട് ചെറിയൊരു ബെഡ് പോലത്തെ സംഭവം അവരോട് വെച്ചിട്ടുണ്ട്. നോക്കി ഇങ്ങനെ ഫുൾ വെച്ചിട്ടുണ്ട്. അതിൽ കുഷ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ അങ്ങനെ വന്ന് ഇരുന്ന് എടുക്കാൻ. ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് യോഗ ചെയ്യുന്നു, കണ്ടോ. ഞാൻ വേറെ സാധനം കാണിച്ചിട്ടെ ഗൈസ്, ഇന്ന് നോക്കിയേ. സോളാറിന്റെ ഒരു സംഭവമാണ് കേട്ടോ അവർ വെച്ചേക്കണത്. ഇത് കണ്ടോ, ഇത് ലൈറ്റാണ്. അപ്പൊ അത് അവർ വെച്ചേക്കുന്നത് കണ്ടോ. സോളാർ ഇവിടെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ കഫറ്റീരിയാസിന്റെ ഓരോ കണ്ടോ, ചെറിയ ചെറിയ കഫറ്റീരിയാസിന്റെ ഓരോ ചെറിയൊരു ഔട്ട്ലെറ്റ് പോലത്തെ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുള്ള സ്ഥലത്ത് അവരത് കൊണ്ടുപോയി തരിക. പിന്നെ ഇവിടെ നിന്ന് കുറേ സെക്യൂരിറ്റീസ് നടക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന്, ഹെൽപ്പിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടം പോലെ ഓരോ ഇവന്റ് ഷോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ. ഇത് രസമാണല്ലേ കാണാനായിട്ട്. പിന്നെ ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കിയോ, എല്ലാം ഒരു സെയിം കളേഴ്സും ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഡ്രോയിങ്സിലൊക്കെ വരച്ച് വെക്കില്ലേ, അതേപോലെ വരച്ച് വെക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്സ്. നല്ല രസമുണ്ടായി കാണാനായിട്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് എന്താ പറയാ, ഓപ്പൺ കഫറ്റീരിയസ് ആണ് കേട്ടോ. ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോലെ ഫുൾ ഇവിടുന്ന് ആ എഞ്ച് തൊട്ട് ഇങ്ങനെ എഞ്ച് വരെ ഫുൾ ഇങ്ങനെ ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ആണ്. അറ്റ് എ ടൈം എത്ര പേർക്കാണ് സൺബാത്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നമ്മുടെ എയിം ദുബായിയുടെ വ്യൂവും അതുപോലെ തന്നെ ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പാകുന്ന വിധത്തിലാണ് കേട്ടോ അവര് ഇവിടെ സെറ്റ് ആക്കിയേക്കണത്. പെട്ടെന്നൊരു നോക്കില് വിചാരിക്കില്ലേ കാറാണ്, പക്ഷെ കാറല്ല കേട്ടോ, അത് വെള്ളത്തിൽ കൂടെ പോണതാണ്.
ഇവിടെ വാട്ടർ ബൈക്കിൻ്റെ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ റെൻറ്റിന് എടുത്തിട്ട് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അത് സ്വിം ചെയ്യാൻ പറ്റും. അങ്ങനെ കയാക്കിങ്ങിനും സർഫിങ്ങിനും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് ഓടിക്കാൻ കിട്ടുകയാണോ ഇത് കൂടെ? ഈ ചേട്ടനാണ് ഇത് അത് വലിച്ചുകൊണ്ട് പോയി എല്ലാം ഇവിടെ ശരിയാക്കുന്നത് കേട്ടോ. വണ്ടിയുടെ സൗണ്ട് നോക്കിയാലേ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരൊരു ബാക്ക് വാട്ടേഴ്സ് പോലെ കെട്ടിയെടുത്തേക്കാണ്. നോക്കിയത് അവിടെ നിന്ന് ഒരു ചെറിയൊരു ബോട്ട് വരണ്ടേ. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പാർട്ടി നടക്കണ ഒരു സംഭവം തോന്നുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ബോട്ടുകളും ഉണ്ട് കേട്ടോ. ഇതേ അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൽ കയറി. ഈ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ശരിക്കും വുഡനാണ് കേട്ടോ. എന്ന് വെച്ചാൽ വുഡൻ ബ്രിഡ്ജാണ്. പിന്നെ അവിടെ നടക്കാൻ വേണ്ടിയിട്ടൊരു ട്രാക്കും സൈക്കിളിൻ്റെ ട്രാക്കും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ സൈക്കിളിൻ്റെ ട്രാക്കിൽ കൂടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ സൈക്കിൾ വരും. ഇതേ സൈക്കിൾ ട്രാക്കാണ്. വന്ന് നോക്കിയേ, വെരി ഗുഡ്. ഇതേ ഇങ്ങനെ നമുക്കിപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേ അവരിങ്ങനെ ഇങ്ങനെ റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളത് എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് എടുക്കണം. ഇതപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിലായിട്ട് നോക്ക്, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട്. ഇങ്ങനെ അവർ എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്നതാ ഇരുന്ന് റെസ്റ്റ് ആക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട്. ഇതാ ഒരാൾ തന്നെ നോക്ക് സർഫിങ്. വാവ്, ഒരു സ്ട്രക്ചേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു പില്ലർ പോലെ ഫുള്ള് നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് അതിൽ ഫുൾ ലൈറ്റ് ഒക്കെ കൊടുത്തവര് ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. റേഡിയോ സൗണ്ട് ട്രാക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റേഡിയോ, കാസറ്റ് ഉണ്ട് റേഡിയോ. നല്ല രസമുണ്ടല്ലേ, നല്ലൊരു കൾച്ചർ. ഇത് വുഡന്റെ പീസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് നമ്മൾ കണ്ട ട്രെയിൻ തിരിച്ചു വന്നിട്ടുണ്ട്. ട്രെയിൻ അവിടേക്കാണ് കേട്ടോ പോണത്. ഇതാണ് നമ്മുടെ ഈ ദുബായ്. നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ, ഇതിപ്പോ നമ്മൾ അതിന്റെ കൃത്യം താഴെയാണ് കേട്ടാ. നിൽക്കുമ്പോഴുണ്ടല്ലോ ഈ സ്ട്രക്ചർ എത്രമാത്രം വലുതാണ് അതിന്റെ താഴെ വരുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. കണ്ടോ, ശരിക്കും ഇവിടെ പേടിയാവുന്നു, തല ഇറങ്ങണ പോലെ മുകളിലേക്ക് നോക്കുമ്പോ. അതിന്റെ ഒക്കെ ഒരു പില്ലർ നോക്കിയാലേ, ഇത്രയും വലിയ ഒരു സ്ട്രക്ചർ പണിതുണ്ടാക്കി എടുത്തില്ലേ, സമ്മതിക്കണല്ലേ. ഇതിന്റെ ഇടയിൽ അതിന് ഫൗണ്ടൈൻ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഈ ദുബായിന്റെ ഇതിലേക്ക് കയറണമെങ്കിലുണ്ടല്ലോ എക്സ്ട്രാ ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 150 ദിർഹംസ് അടുത്താന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഉണ്ടല്ലോ JBR ഉള്ളൊരു മാഡ് കിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര യൂണിക് ഷൂസ് ഒക്കെ കിട്ടുന്ന, അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവര് ഡിസൈൻ ഒക്കെ ചെയ്ത് തന്നെ ടൈപ്പ് ഒരു ഷൂസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷൂവിൻ്റെ വില കാണിച്ചു തരാമേ. ഇതാ ഈ ഒരു ഷൂ എത്രയായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ മീൻസ് ഈ ഒന്ന് കണ്ടിട്ട് എത്രയായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ പ്രൈസ്. പക്ഷേ അതിൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കിക്കാൻ 65,000 ദിർഹംസ് ആണ്. 65,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപയുടെ ഷൂ ആണ് കേട്ടോ അത്. $50,000 ദിർഹംസ്. ഒരു രക്ഷയില്ല ഗൈസ്. അതും ഇതൊക്കെ വാങ്ങാനുള്ള ആൾക്കാരുണ്ടെന്നാണ്. അതെ, 30,000 ദിർഹംസിന്റെ ഷൂ, അതും സ്റ്റാർട്ടിംഗ് പ്രൈസ് കേട്ടോ. സൂപ്പർ അല്ലേ. 42,000 ദിർഹംസ്, 42,000. അതായത് ലക്ഷങ്ങളുടെ ഷൂ ഗൈസ്. ഈ ഷൂ ഉണ്ടോ, ഈ ഷോപ്പിലെ ഏറ്റവും വില കൂടിയ ഷൂ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിനുണ്ടല്ലോ നോക്കിയേ, 90,000 ദിർഹംസ് ആണ്. 90,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ 20 ലക്ഷം രൂപയുടെ ഷൂവ്.
ഇവിടെ ഇരിക്കുന്ന എല്ലാം 90,000 ആണ്. അപ്പൊ അതുകൊണ്ട് കണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ അവരിത് അടച്ച് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ആ ചേട്ടൻ എനിക്ക് തുറന്നു തന്നു. 90,000 dirhams. അടിപൊളി. ഇതിന് ഇത്രയും പ്രൈസ് വരാൻ കാരണം എന്താണെന്നറിയോ? മറ്റേ നൈക്കിയും കെനിയ വെസ്റ്റും കൂടിയും കൊളാബ് ചെയ്തുകൊണ്ട് ഇറക്കിയൊരു ഷൂ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്രയും പ്രൈസ് വരാൻ കാരണം. അതേപടി തന്നെ വെച്ചേക്കട്ടെ. കാരണം 1-2 ലക്ഷം രൂപ കൊടുത്താൽ തീരില്ലല്ലോ എന്തിനും വന്നു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ കൊടുക്കണം ഗൈസ്. ഓക്കെ, അവരിത് പൂട്ടി അടച്ചു വെച്ചേക്കാണ് കേട്ടോ. അടിപൊളി ഷൂ. അപ്പൊ ഗൈസ് നടന്നിട്ടുണ്ടല്ലോ, ആകെ വലഞ്ഞു വയസ്സ്. അപ്പൊ ഞാനിവിടെ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് ടേസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.